നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. ഓക്കെ, നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് നോക്കി. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു പോപ്പുലേഷനിലെ എല്ലാവരും അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ എല്ലാവരും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾറെഡി പറഞ്ഞു, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആവണമെന്നില്ല. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, in a non-probability sample, individuals are selected based on non-random criteria and not every individual has a chance of being included. അപ്പോൾ എല്ലാ ആളുകൾക്കും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, ഇപ്പം നമ്മൾ അടുത്തുള്ള ഇപ്പം ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഉൾപ്രദേശങ്ങളിലുള്ളതൊക്കെ ഒരു പക്ഷെ നമ്മൾ ചെയ്യണമെന്നില്ല. എന്നാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ ആ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകളും കൂടെ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ അതായത് എല്ലാവരും അതിൻ്റെ അകത്ത് ഉൾപ്പെടണം എന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് സാമ്പിൾ ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ ടു ആക്സസ് ബട്ട് ഇറ്റ് ഹാസ് എ ഹൈ റിസ്ക് ഓഫ് സാമ്പിളിംഗ് ബയസ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ സാമ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആളുകളെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിലൂടെ. പക്ഷെ പക്ഷപാതം, അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രം ഇതിൽ ഇൻക്ലൂഡഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്, അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു റിസൾട്ട് കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹോൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആവണമെന്നില്ല. എന്നാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് പറയാം ആ ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡാറ്റാസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നുള്ളത് പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഇൻഫറൻസസ് യു ക്യാൻ മേക്ക് അബൌട്ട് ദ പോപ്പുലേഷൻ ആർ വീക്കർ വിത്ത് ദ പ്രോബബിലിറ്റി സാമ്പിൾസ് weaker than with probability samples and your conclusions may be more limited. അപ്പോൾ ഇത് അത്ര ഉറപ്പ് ഇല്ലാത്തതാണ്. അതായത് ഇന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും റെലവെന്റ് ആയിരിക്കണം എന്നില്ല. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇതിലൂടെ അതായത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലൂടെ സാമ്പിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എക്സാക്ട് ആവണമെന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കൺക്ലൂഷൻ അത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, അത് ലിമിറ്റഡ് ആയിരിക്കും. ഇഫ് യു യൂസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിൾ യു ഷുഡ് സ്റ്റിൽ എയിം ടു മേക്ക് ഇറ്റ് ആസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ ആസ് പോസിബിൾ. നമ്മളിപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതിൽ ചൂസ് ചെയ്യുന്ന ആളുകള് ആ ഹോൾ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പലപ്പോഴും നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ അത് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആവണമെന്നില്ല, ഹോൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാവണമെന്നില്ല. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ എക്സ്പ്ലോറേറ്ററി ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇൻ ദീസ് ടൈപ്സ് ഓഫ് റിസർച്ച് the aim is not to test a hypothesis about a broad population but to develop an initial understanding of a small or under-researched population. അപ്പോൾ ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിലാണ്. ഓക്കെ, അതായത് നമ്മൾ മുന്നേ പഠിച്ചത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്പർ അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അതായത് അതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അധികവും നമ്പേഴ്സിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇവിടെ എക്സ്പ്ലോറേറ്ററി ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലോറേറ്ററി ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ സാമ്പിളിംഗ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, പുതുതായിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കാനല്ല ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഡാറ്റാസ് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സർവേ ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു ഇനീഷ്യൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ചെയ്യുക. അതായത് ആക്യുറേറ്റ് റിസൾട്ട് നമുക്കിതിൽ കിട്ടില്ല, ജസ്റ്റ് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒരു ഏരിയനെ കുറിച്ച് കിട്ടാനായിട്ട് നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം.
ഓക്കെ, അതിൽ ഒന്നാമത്തത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ വരുന്ന ഒന്നാമത്തെ കാര്യം കൺവീനിയൻസ് സാമ്പിളിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർവേ പോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആളുകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ കളക്ട് ചെയ്യും. ഓക്കെ, കളക്ടിങ് ഡാറ്റ ഫ്രം ഓൾ പേഴ്സൺസ് ദാറ്റ് പാസ് ദ സർവേ പോയിന്റ്, നോർമലി യൂസ്ഡ് ഫോർ പ്രിലിമിനറി സർവേ. അപ്പോൾ നമുക്ക് ആ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകണമെന്നില്ല. ഓക്കെ, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരിൽ നിന്ന് മാത്രം നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. രണ്ടാമത് വോളണ്ടറി റെസ്പോൺസ് സാമ്പിളിംഗ്. സിമിലർ ടു എ കൺവീനിയൻസ് സാമ്പിൾ, എ വോളണ്ടറി റെസ്പോൺസ് സാമ്പിൾ is mainly based on ease of access. Instead of researchers choosing participants and directly contacting them, people volunteer themselves. Example, by responding to a public online survey. അപ്പോൾ വോളണ്ടറി റെസ്പോൺസ് സാമ്പിളിംഗിൽ സാധാരണ നമ്മളാണ് സാധാരണ ഉള്ള സാമ്പിളിങ്ങിലൊക്കെ ആളുകളെ ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ആളുകൾ തന്നെ വില്ലിംഗ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഓൺലൈൻ സർവീസ് നടത്തുമ്പോൾ അതിൽ അവർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് തരാം. അതായത് എല്ലാവരും അത് ചെയ്യണമെന്നില്ല, എന്നാൽ മുന്നോട്ട് വരുന്ന ആളുകൾ അത് ചെയ്യും, അതിന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പം ആരാണോ മുന്നോട്ട് വരുന്നത് ആ മുന്നോട്ട് വരുന്ന ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ റിസൾട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് വോളണ്ടറി റെസ്പോൺസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുന്നോട്ട് വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാവണമെന്നില്ല. പെർപ്പസീവ് സാമ്പിളിംഗ്, സർവേയിങ് ഓൺലി ഫോർ ദോസ് വിത്ത് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, യൂഷ്വലി ലിമിറ്റഡ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, സ്പെസിഫിക് ബസ് റൂട്ട് പാസഞ്ചേഴ്സ്, LPG യൂസർ ട്രാവൽ ബിഹേവിയർ എക്സെട്ര. അതായത് ഇതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആളുകളെയാണ് ഇതിൻ്റെ അകത്ത് സർവേ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂട്ടിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ മാത്രം ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതുപോലെ തന്നെ LPG യൂസ് ചെയ്യുന്ന യാത്രക്കാരുടെ ബിഹേവിയർ മാത്രം നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ സർവേ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പെർപ്പസീവ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ നമുക്കറിയായിരിക്കും ആരെയാണ് നമ്മൾ സാമ്പിൾ ചെയ്യാൻ അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സാമ്പിൾ ആരിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാമായിരിക്കും. ഓക്കെ, അപ്പം എന്നാലും ഇതിൽ നമുക്ക് ആസ് എ ഹോൾ ആ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നവരെല്ലാവരും ഇതിൽ ഉൾപ്പെടണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 3 നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിംഗ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാമ്പിൾ സൈസ്. ഓക്കെ, സാമ്പിൾ സൈസ്. ഇപ്പൊ നമ്മൾ എങ്ങനെ സാമ്പിൾ എടുക്കും എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഈ സാമ്പിളിൽ എത്ര ആളുകൾ ഉൾപ്പെടണം എന്നുള്ളതാണ് ഈ സാമ്പിൾ സൈസിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എത്ര ആളുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടണം എന്നുള്ളത്. ഓക്കെ, ടു ലാർജ് സാമ്പിൾ സൈസ് ഈക്വൽ ടു ഹൈ ഡാറ്റ കളക്ഷൻ കോസ്റ്റ് ആൻഡ് അനാലിസിസ് എഫർട്ട്. അതായത് നമ്മളിപ്പം വലിയൊരു സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഒരു പോപ്പുലേഷന്റെ അകത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മളൊരു സാമ്പിൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അത് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിലേക്ക് എത്താനുള്ള അനാലിസിസ് എഫേർട്ടും കൂടുതലായിരിക്കും. എന്നാൽ സാമ്പിളിന്റെ സൈസ് കുറവാണെങ്കിൽ, 2 സാമ്പിൾ സൈസ് ഈക്വൽ ടു ഹൈ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി. ഓക്കെ, ഇപ്പം വളരെ ചെറിയ സാമ്പിൾ ആണ് എടുക്കുന്നെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഔട്ട്പുട്ട് ആക്യുറേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഒരുപക്ഷെ ഇൻക്ലൂഡ് ആവണമെന്നില്ല. അപ്പം തന്നെ അത് വേരിയബിൾ ആവാം. അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് സാമ്പിൾ ചെറുതായാൽ തരണം എന്നില്ല. ഓക്കെ, അപ്പം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ല, അതുപോലെ അനാലിസിസ് എഫേർട്ട് എല്ലാം കൂടുതലായിരിക്കും. എന്നാൽ സാമ്പിളിന്റെ സൈസ് കുറഞ്ഞാലും നമുക്ക് അവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിന് നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാമ്പിൾ സൈസ് നമുക്ക് ആവശ്യമാണ്. സാമ്പിളിംഗ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അകത്തുനിന്ന് എത്ര സാമ്പിൾ സൈസ് എടുക്കണം, അല്ലെങ്കിൽ എത്ര ആളുകൾ അതിൽ ഇൻക്ലൂഡ് ആവണം, അല്ലെങ്കിൽ എത്ര ഹൗസ് ഹോൾഡ് ആ ഒരു സർവേൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.
ഓക്കെ, അതെങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ അത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതികൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് എ സാമ്പിൾ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ, അപ്പൊ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന്, വേരിയബിലിറ്റി ഓഫ് ദ പാരാമീറ്റേഴ്സ് ഇൻ ദ പോപ്പുലേഷൻ. അപ്പം ആ പോപ്പുലേഷനിലുള്ള പലതരം പാരാമീറ്റേഴ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു സാമ്പിൾ സൈസ്. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ജെൻഡർ ആവാം, ഏജ് ആവാം, അതുപോലെ തന്നെ അവിടെയുള്ള ബർത്ത് റേറ്റ് ആവാം. അങ്ങനെ ഒരു പോപ്പുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സാമ്പിൾ സൈസിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, അതുപോലെ ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ്, അതായത് നമ്മളിപ്പം അതിൻ്റെ അകത്ത് കിട്ടുന്ന ഔട്ട്പുട്ടിന് എത്രമാത്രം ആക്യുറസി വേണം. ഇപ്പൊ നമ്മൾ മുന്നേ പഠിച്ചു, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ആണ്. എന്നാൽ നോൺ പ്രോബബിലിറ്റിക്ക് ആണെങ്കിൽ അത് അത്ര ആക്യുറേറ്റ് അല്ല. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഒരു ഏരിയനെ കുറിച്ച് കിട്ടാൻ വേണ്ടി മാത്രമേ നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ആക്യുറസിയും കൂടി ഒരു ഫാക്ടറാണ് സാമ്പിൾ സൈസ് ചൂസ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പം അത്ര ആക്യുറസി റിക്വയർഡ് അല്ലാത്തതിൽ സാമ്പിൾ സൈസ് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതായത് കറക്റ്റ് നല്ല ആക്യുറസി വേണ്ട ഒരു വർക്കിനാണെങ്കിൽ, അല്ലെങ്കിൽ ആക്യുറസി വേണ്ട ഒരു സാമ്പിളിങ്ങിനാണെങ്കിൽ നമുക്ക് അത്ര ആക്യുറസി ഇല്ലാത്തതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാമ്പിൾ സൈസ് ഒക്കെ കുറയ്ക്കാം, അല്ലെ? ആക്യുറസി വേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള എണ്ണം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സൈസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സാമ്പിളിങ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് ഇന്റർവ്യൂ ചെയ്യണോ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ടുണ്ട് ആക്യുറസി വേണ്ടതിൽ. അപ്പോൾ സാമ്പിൾ സൈസ് ആക്യുറസിനെ ബേസ് ചെയ്തിട്ടും മാറ്റങ്ങൾ വരാം. അതുപോലെ പോപ്പുലേഷൻ സൈസിനെ ബേസ് ചെയ്തിട്ടും സാമ്പിൾ സൈസിൽ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ ഏരിയ ആണെങ്കിൽ, അവിടെ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം അവിടെ കൂടുതൽ വരണം, അല്ലെങ്കിൽ സാമ്പിളിന്റെ സൈസും കൂടുതലായിരിക്കണം. പോപ്പുലേഷൻ സൈസ് കുറയുന്നതിനനുസരിച്ച് സാമ്പിളിന്റെ സൈസും കുറയാം, അല്ലെ? പോപ്പുലേഷൻ സൈസ് ഒരു ഫാക്ടറാണ് സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ. അപ്പം ഒന്ന് അതിലുള്ള പാരാമീറ്റേഴ്സ്, പോപ്പുലേഷനുള്ള വിവിധതരം പാരാമീറ്റേഴ്സ്, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വിവിധതരം ആളുകൾ. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് സാമ്പിളിന്റെ സൈസ് മാറാം. ആക്യുറസി നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രമാത്രം ആക്യുറസി റിക്വയർഡ് ആണ് നമ്മൾ ചെയ്യുന്ന ഒരു സർവേയിൽ നിന്ന്, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ എത്രമാത്രം ആക്യുറസി ആവശ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ടിൽ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സൈസിൽ മാറ്റങ്ങൾ വരാം. അതുപോലെ പോപ്പുലേഷൻ സൈസിനെ ബേസ് ചെയ്തിട്ട് സാമ്പിൾ സൈസിൽ മാറ്റങ്ങൾ വരാം. Too large a sample means that the survey will be too costly for the stated objectives and the associated degree of precision required. അപ്പോൾ ഒന്ന് വല്ലാതെ വലിയ സൈസ് ആവുമ്പോൾ, സാമ്പിൾ സൈസ് വല്ലാതെ കൂടുമ്പോൾ അത് ടു കോസ്റ്റ്ലി ആയിരിക്കും, വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നമ്മുടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സർവേ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് കോസ്റ്റ് വരും, ഒരുപാട് പൈസ ചെലവാകുന്ന ഒരു കാര്യമാണ് സാമ്പിൾ സൈസ് ഒരുപാട് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ ആ ഒരു ആക്യുറസി അല്ലെങ്കിൽ ആ ഒരു പ്രിസിഷൻ കിട്ടാനും ഒരുപാട് കോസ്റ്റ്ലി ആണ്. Too small a sample will mean that results will be subjected to a large degree of variability, and this may mean that decision cannot be reliably be based on the survey result. അപ്പോൾ സാമ്പിളിന്റെ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് അവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അതുമാത്രമല്ല, നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാനും പറ്റില്ല. അപ്പൊ ആ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഒരു മേജർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പം വല്ലാതെ ചെറുതാവാനും പാടില്ല, വല്ലാതെ വലുതാവാനും പാടില്ല. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ എൻറ്റയർ സർവേ എഫേർട്ട് മേ ഹാവ് ബീൻ വേസ്റ്റഡ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, വല്ലാതെ കൂടിയാലും സാമ്പിൾ സൈസ് കുറഞ്ഞാലും നമ്മൾ എടുത്തിരിക്കുന്ന ആ സർവേന്റെ എഫേർട്ട് ശരിക്കും വേസ്റ്റ് ആണ്. ശരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, ആ ഏരിയനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് ഈ സാമ്പിൾ സൈസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സംവെയർ ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീംസ്, അപ്പം ഈ രണ്ടെണ്ണത്തിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, അതായത് വല്ലാതെ ചെറുതുമല്ല വല്ലാതെ സാമ്പിൾ സൈസ് വലുതാവാത്ത രീതിയിൽ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാമ്പിൾ സൈസ് ആണ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള
ഔട്ട്പുട്ട് തരുന്നതും. ഓക്കെ, അതായത് വളരെ ചെറിയ സാമ്പിൾ അല്ല, അതുപോലെ തന്നെ വലുതുമല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സൈസ് ആയിരിക്കും കോസ്റ്റ് എഫക്റ്റീവും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടും തരുന്നത്. ഓക്കെ, സാമ്പിൾ സൈസ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആ സാമ്പിൾ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് പല ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഫോർമുലാസ് യൂസ് ചെയ്ത് നമ്മൾ ആ സാമ്പിൾ സൈസിലേക്ക് എത്തുവാണ് പല ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സാമ്പിൾ സൈസിനെ കുറിച്ച് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആക്യുറേറ്റ് ആയിരിക്കണം ആ സാമ്പിൾ സൈസ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കിട്ടുന്ന രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് സർവേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സാമ്പിൾ സൈസ് ഫോർ കണ്ടക്ടിങ് എ OD സർവേ, ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേയില് സാമ്പിൾ സൈസ് നമ്മൾ എങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടെത്താറുള്ളത്, അല്ലെങ്കിൽ എത്ര സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് സാമ്പിൾ സൈസ് ബേസ്ഡ് ഓൺ ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ can be determined on the basis of the accuracy required. അത് accuracy required ആയിട്ടുള്ളതിനനുസരിച്ചിട്ടാണ് സാമ്പിൾ സൈസ് നമ്മൾ എടുക്കാറ്. 3 types of sampling procedure are generally used as given under. അപ്പം 3 നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ സൈസ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ടൈം ക്ലസ്റ്റർ സാമ്പിളിംഗ്. This method of sampling allows the interviewers to conduct interviews within one time interval. അതായത് ഒരു ടൈം ഇന്റർവെൽ വെക്കും. ഓക്കെ, ആ ടൈം ഇന്റർവെല്ലിൽ ഇപ്പം നമ്മളിപ്പം ഒറിജിൻ ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോൾ റോഡ് സൈഡിലാണ് സർവേ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, റോഡ് സൈഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇപ്പം റോഡിന്റെ 2 ഡയറക്ഷനിലും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും പോയിക്കൊണ്ടിരിക്കും, അതുപോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റ് വെക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 1 hour എന്നുള്ള രീതിയിൽ ഒരു ടൈം വെച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഒരു സൈഡിലേക്കുള്ള മൂവ്മെന്റ്, അതായത് ഇപ്പൊ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നോക്കുന്നെങ്കിൽ ആ ഒരു മണിക്കൂർ ആ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ ഇന്റർവ്യൂ ചെയ്തിട്ടോ അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിലൂടെ സർവേ കണ്ടക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഒരു ഡയറക്ഷൻ, ഒരു ടൈം ഇന്റർവെൽ വെച്ച് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, the same number of interviewers conduct origin destination survey in one direction. At the same time, no origin destination survey is conducted in the other direction of the traffic flow. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം തന്നെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന വാഹനങ്ങളെയും സർവേ ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സർവേ ചെയ്യും. അപ്പോൾ ഒരു ടൈം ഇന്റർവെൽ വെച്ച് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിലൂടെ വരുന്ന വാഹനങ്ങളെ സർവേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പം ആ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ എത്രമാത്രം വാഹനങ്ങൾ, എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഈ സാമ്പിളിൻ്റെ അകത്ത് വരും, അതാണ് അവിടെ സാമ്പിൾ സൈസ് ആയിട്ട് വരും. ഓക്കെ, ഇനി രണ്ടാമത്തത് വോളിയം ക്ലസ്റ്റർ സാമ്പിളിംഗ്. In this procedure, the number of vehicles to be interviewed is predetermined. അപ്പം എത്ര വെഹിക്കിൾ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ള ആദ്യമേ മനസ്സിലാക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിൽ ഒരു 100 വാഹനങ്ങൾ ഇന്റർവ്യൂ ചെയ്യും അല്ലെങ്കിൽ അത് സർവേ ചെയ്യുന്ന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 100 വാഹനങ്ങൾ കിട്ടിയാൽ മതി. ബാക്കി അഡീഷണൽ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വാഹനം സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത വാഹനങ്ങൾ പാസ് ചെയ്ത് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ 100 വാഹനങ്ങളാണ്. Okay. In this procedure, the number of vehicles to be interviewed is predetermined on the basis of sample sizes already selected. നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത് വെക്കും. അപ്പൊ അത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആയ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്പേഴ്സ് മതി. അപ്പൊ എല്ലാ വാഹനങ്ങളും നമുക്ക് ചെയ്യണമെന്നില്ല, പാസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ പാസ് ചെയ്ത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. Therefore, the remaining vehicles can be allowed to pass through the area without being interviewed. ഇന്റർവ്യൂ ചെയ്യാതെ ബാക്കിയുള്ള വാഹനങ്ങൾ പോയിക്കോട്ടെ. നമുക്ക് എത്രയാണോ നമ്പർ ഓഫ് സാമ്പിൾസ് ആവശ്യം, അല്ലെങ്കിൽ എത്ര ആളുകളുടെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ എത്ര വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് എടുക്കേണ്ടത്, ആ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അത്ര എണ്ണം മാത്രം മതി. അതിൽ കൂടുതൽ വാഹനങ്ങൾ വേണമെന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാനായിട്ട് നമുക്ക് അലോ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് വോളിയം ക്ലസ്റ്റർ സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ്
ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ സൈസ് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും, അതിനനുസരിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത വേരിയബിൾ റേറ്റ് സാമ്പിളിംഗ്. അപ്പൊ ഇതില് ദിസ് സാമ്പിളിംഗ് ടെക്നിക് ഈസ് ജനറലി യൂസ്ഡ് അറ്റ് ദ കോഡോൺ പോയിന്റ് സർവേ. അപ്പൊ കോഡോൺ പോയിന്റ് സർവേയിലാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് കോഡോൺ പോയിന്റ്സ് എന്താന്നുള്ളത് അറിയാം, കോഡോൺ ലൈൻ എന്താന്നുള്ളത് അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ ബൗണ്ടറി ലൈൻ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് കോഡോൺ ലൈൻ എന്ന് പറയുന്നത്. അപ്പം കോഡോൺ ലൈൻ ഇപ്പം ഏതെങ്കിലും ഒരു ഹൈവേനെ കട്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈവേ കോഡോൺ ലൈനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു, നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സൗകര്യമുള്ള രീതിയിലായിരിക്കണം കോഡോൺ ലൈനെ കട്ട് ചെയ്ത് ഹൈവേസ് പോകണ്ടേ എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കോഡോൺ പോയിന്റിൽ അല്ലെങ്കിൽ ആ ജംഗ്ഷനിലായിരിക്കും കോഡോൺ ലൈനിന്റെയും അതുപോലെ തന്നെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഹൈവേയുടെയും ജംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സർവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സാമ്പിൾ സൈസ് അതിലൂടെ പാസ് ചെയ്യുന്ന ട്രാഫിക്കിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ട്രാഫിക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ സാമ്പിൾ സൈസും കൂടും, ട്രാഫിക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുമ്പോൾ സാമ്പിൾ സൈസും കുറയും. അപ്പം കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് നമുക്ക് ആ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള സാമ്പിൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇന്റർവ്യൂവേഴ്സിനെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാഗ്നിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് നമുക്ക് അത്രയും ഇന്റർവ്യൂവേഴ്സിന് അവിടെ ആവശ്യം ആയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്. ഓക്കെ, അതായത് ട്രാഫിക്കിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ട് സാമ്പിൾ സൈസ് വേരി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് വേരിയബിൾ റേറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ, ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് സാമ്പിൾ സൈസ് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുന്നു, എത്ര സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സാമ്പിൾസിന്റെ സൈസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പം റോഡ് സൈഡിലുള്ള സർവേനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് സാമ്പിൾ സൈസിനെ കുറിച്ച്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് ഹോൾഡ് സർവേന്റെ കേസാണ്. അതായത് നമ്മൾ വീട്ടുകളിൽ പോയിട്ട് സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു പോപ്പുലേഷൻ, ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത്ര പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര വീടുകൾ മാത്രം അല്ലെങ്കിൽ ഇത്ര ഡാറ്റാസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അല്ലെ. ആ സാമ്പിൾ സൈസ് ഇത്ര ആയിരിക്കും, ആ ഫുൾ പോപ്പുലേഷൻ ആയിരിക്കില്ല സാമ്പിൾ, അതിനേക്കാളും കുറവായിരിക്കും, ഇത്ര പെർസെന്റേജ് ആയിരിക്കും. അല്ലെങ്കിൽ 1000 വീടുകൾ ഉണ്ടെങ്കിൽ 1000-ൽ ഇത്ര ആളുകളെ നമ്മൾ സർവേ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഹോൾ പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുള്ള രീതിയിലായിരിക്കും. അപ്പം അതെങ്ങനെയാണ് ഹൗസ് ഹോൾഡ് സർവേന്റെ കേസിൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് എത്രയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അക്കോർഡിംഗ്ലി various sampling techniques are to be studied and appropriate sample size is to be worked out according to the population size of the city as presented in table. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിലെ പോപ്പുലേഷൻ സൈസിനനുസരിച്ചിട്ട് എത്രയായിരിക്കണം മിനിമം സാമ്പിൾ വരേണ്ടത്, അല്ലെങ്കിൽ സാമ്പിളിൽ മിനിമം എത്ര ആളുകൾ അല്ലെങ്കിൽ പോപ്പുലേഷനിലെ എത്ര ആളുകൾ ആ ഒരു സാമ്പിളിൽ വരണം, അതായത് ഇത്ര ആളുകളിൽ ഇത്ര ആളുകൾ ഇൻക്ലൂഡ് ആവണം. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് ടേബിളിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടേബിളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് പോപ്പുലേഷൻ സൈസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ആ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് എത്ര സാമ്പിൾസ് വേണം, ഓക്കെ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആളുകൾ വേണം, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതെങ്ങനെയാന്നുള്ള ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ നമുക്ക് നോക്കാം. The sampling techniques such as random sampling, cluster sampling and stratified sampling etc. are generally adopted to select the sample of household to be interviewed. അപ്പോൾ ഏതൊക്കെ വീടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ ആ സാമ്പിൾ ഓഫ് ഹൗസ് ഹോൾഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് ടെക്നിക്, റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കോ അല്ലെങ്കിൽ ക്ലസ്റ്റർ സാമ്പിളിങ്ങോ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ഹൗസ് ഹോൾഡ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതില് എത്ര എണ്ണം സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ടേബിളിൽ നിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കും. ഓക്കെ, ആ ടേബിളിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഹൗസ് ഹോൾഡ് സർവേ ചെയ്യുന്ന സമയത്ത് സാമ്പിളിന്റെ സൈസ് നമ്മൾ ചൂസ് ചെയ്യും. The number of households selected within each zone is considered in the respective to residential population in each zone. അപ്പം ഒരു സോണിന്റെ അകത്തുനിന്ന് അല്ലെ എത്രമാത്രം ഹൗസ് ഹോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്
അവിടുത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് സാമ്പിളിന്റെ അകത്ത് എത്ര ഹൗസ് ഹോൾഡ് വരണം, അല്ലെങ്കിൽ എത്ര പോപ്പുലേഷൻ വരണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ആളുകൾ, ടോട്ടൽ പോപ്പുലേഷൻ എത്ര ആളുകൾ അതിൽ ഇൻക്ലൂഡ് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ടേബിള്. ഇപ്പൊ പോപ്പുലേഷൻ ഓഫ് ഏരിയ അണ്ടർ 50,000, 50,000 താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 5-1. ഓക്കെ, ഇപ്പൊ 5 ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷൻ 5 ആണെങ്കിൽ സാമ്പിളിൽ ഒരാൾ വരണം. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ 50,000 ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഓക്കെ, അതായത് 50,000 5 പേർക്ക് 5 ഒരാൾ ഒരു 1 in 5 ആയിരിക്കണം. അതായത് ഇപ്പം 5 പേരിൽ 50,000 താഴെയാണെങ്കിൽ പോപ്പുലേഷൻ 5 പേർക്ക് സാമ്പിളിൽ ഒരാൾ വരണം എന്നുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, അതുപോലെ മിനിമം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1 in 10 ആണ്. ഓക്കെ, പോപ്പുലേഷനിൽ 10 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾ വരണം. അതായത് ഇപ്പൊ 100 ആളുണ്ടെങ്കിൽ സാമ്പിളിൽ 10 ആള് വരണം. 1000 പേരാണെങ്കിൽ സാമ്പിളിൽ 100 ആള് വരണം. ഓക്കെ, 10,000 പേരാണെങ്കിൽ സാമ്പിളിൽ 1000 പേര് വരണം. ഓക്കെ, 50,000 ആളാണെങ്കിൽ അതിൽ 5,000 പേര് ആ സാമ്പിളിൽ മിനിമം ഉണ്ടായിരിക്കണം. മിനിമം അതാണ്. ഓക്കെ, റെക്കമെൻഡഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5. അതായത് ഇപ്പം 5,000 പേരുണ്ടെങ്കിൽ 1000 പേര് ആ സാമ്പിളിൽ അത് ഉണ്ടായിരിക്കണം. പോപ്പുലേഷൻ 50,000 ആണെങ്കിൽ 10,000 പേര് ആ സാമ്പിളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ്. അതുപോലെ ഇപ്പൊ പോപ്പുലേഷൻ ആ ഒരു ഏരിയയിൽ 50,000 മുതൽ 1,50,000 വരെ ആണെങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1 in 8 ആണ്. ഓക്കെ, 8 ടോട്ടൽ പോപ്പുലേഷൻ ആയിട്ടുള്ള 8 ഒരാള് സാമ്പിളിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. അതുപോലെ മിനിമം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 20 ഒരാൾ, ടോട്ടൽ പോപ്പുലേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 20 ഒരാൾ സാമ്പിളിൽ ഉൾപ്പെട്ടിരിക്കണം. അതുപോലെ 1,50,000-നും 3,00,000-നും ഉള്ളിലാണെങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1 in 10 ആണ്. ഓക്കെ, പോപ്പുലേഷനിൽ 10-1 സാമ്പിളിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 10% എന്ന് പറയും. ടോട്ടൽ പോപ്പുലേഷന്റെ 10% ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള സാമ്പിളിൽ വരേണ്ട സൈസ്. ഓക്കെ, മിനിമം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1 in 35 ആണ്. പോപ്പുലേഷനിൽ 35 ഒരാള് സാമ്പിളിലേക്ക് വരണം. ഓക്കെ, 35 പേര് പോപ്പുലേഷനിൽ 35 പേരുണ്ടെങ്കിൽ 35 പേരിൽ ഒരാള്, അങ്ങനെ ആ രീതിയിൽ 70 ആണെങ്കിൽ 2 ആൾ, ആ രീതിയിൽ നമ്മൾ സാമ്പിളിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം 3,00,000-നും 5,00,000-നും ഇടയിലാണ് പോപ്പുലേഷൻ വരുന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 1 in 15 ആണ്. ഓക്കെ, പോപ്പുലേഷനിൽ 15 ആളുണ്ടെങ്കിൽ ഒരാൾ സാമ്പിളിലേക്ക് വരണം. അതുപോലെ മിനിമം സാമ്പിൾ സൈസ് ആണെങ്കിൽ പോപ്പുലേഷനിൽ 50 ആണെങ്കിൽ പോപ്പുലേഷനിൽ 50 ആളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ സാമ്പിളിൽ വരണം എന്നുള്ളതാണ്. ഓക്കെ, 5 lakh മുതൽ 10 ലക്ഷം വരെയാണ് ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ എങ്കിൽ, അല്ലെങ്കിൽ ആ ഏരിയയിലെ പോപ്പുലേഷൻ എങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ 20 ആൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ സാമ്പിളിൽ വരണം. അതുപോലെ മിനിമം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ 70 ആൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരാൾ സാമ്പിളിൽ വരണം. ഓക്കെ, ആ രീതിയിൽ 10 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ റെക്കമെൻഡഡ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ 25 ഒരാൾ സാമ്പിളിൽ വരണം. അതുപോലെ മിനിമം സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ 100 ഒരാൾ. ഓക്കെ, അതായത് 1000 പേരുണ്ടെങ്കിൽ 10 പേര് ആ ഒരു സാമ്പിളിൽ മിനിമം ആ ഒരു സാമ്പിളിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് സാമ്പിളിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട ആളുകൾ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്താൽ ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. പല കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ഹോൾഡിന്റെ നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം, ഈ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ അനുസരിച്ചിട്ട് സാമ്പിൾ ഇത്ര ആൾക്കാർ വരണം. ഓക്കെ, അപ്പം ആരൊക്കെ അതിനകത്ത് ഉൾപ്പെടണം എന്നുള്ളത് ഏതെങ്കിലും സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സാമ്പിൾ സൈസിൽ വരുന്നത്. ഓക്കെ, സാമ്പിൾ സൈസ് അത് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ സാമ്പിളിന്റെ സൈസ് വല്ലാതെ കൂടാനും പാടില്ല, സാമ്പിൾ സൈസ് കുറയാനും പാടില്ല. ഓക്കെ, സാമ്പിൾ സൈസ് കൂടിയാൽ നമുക്ക് റിസൾട്ടിന്റെ കേസ് നമുക്ക് ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷെ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ആ എടുക്കുന്ന സാമ്പിൾ സൈസ് കൃത്യമായിരിക്കണം. അപ്പം അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു എന്നുള്ളതും ഒറിജിൻ ഡെസ്റ്റിനേഷൻ സർവേ റോഡ് സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സാമ്പിളിന്റെ സൈസ് ചൂസ് ചെയ്യുക എന്നുള്ളതും ഹൗസ് ഹോൾഡ്
ഓക്കെ, ഒരു പോപ്പുലേഷൻ നമ്മൾ സർവേ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എത്ര ആളുകൾ ആ സാമ്പിളിൽ ഉൾപ്പെടണം എന്നുള്ളതും എങ്ങനെയാന്നുള്ളതും ഒക്കെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പഠിച്ചു.